ഹജ്ജിലെ തിരക്ക് പിടിച്ച ദിനത്തിന് ശേഷം മിനായിലെ തമ്പുകളിലേക്ക് ഹാജിമാർ തിരികെയെത്തുന്നത് തുടരുന്നു. ബാക്കിയുള്ളവർ ഇന്നും നാളെയുമായി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ഏറെ കായികാധ്വാനമുള്ള ദിവസമായിരുന്നു ഇന്ന്. മിനായിലെ തമ്പുകളിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മിനായിലെ തമ്പുകളിലേക്ക് ഹാജിമാർ മടങ്ങിയെത്തി തുടങ്ങുകയാണോ ഇപ്പോൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ അറഫ ദിനം കഴിഞ്ഞ് മുസ്തലിഫയിൽ രാപ്പാർത്ത ഹാജിമാർ രാവിലെ മുതൽ തന്നെ മിനായിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. അവർ നേരെ എത്തിയത് ജംറയിലെ കല്ലേറ് കർമ്മങ്ങൾക്കായാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം നിൽക്കുന്നത്. മാത്രവുമല്ല, ഇന്നിപ്പോൾ ഈ കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ ഹജ്ജിന് കാബക്കരികിൽ പോയി തവാഫ് കർമ്മവും സയ്യും പൂർത്തിയാക്കിയ ശേഷം ബലിപെരുന്നാൾ ആഘോഷിച്ച് മുടി മുറിച്ച് ഹജ്ജിന്റെ വേഷങ്ങളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഹാജിമാർ ഇന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മുസ്തലിഫയിൽ നിന്നെത്തിയ ഹാജിമാരിൽ ഏറെ പേർ കല്ലേറ് കർമ്മം മാത്രം പൂർത്തിയാക്കി മിനായിലെ തമ്പുകളിലേക്ക് തന്നെ തിരികെ എത്തിയിട്ടുണ്ട്. അവർക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ വരും മണിക്കൂറുകളിലും ഒപ്പം തന്നെ നാളെയുമായി അവർ ഇത് പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും അവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കല്ലേറ് കർമ്മം മാത്രമാണ് ബാക്കിയുണ്ടാവുക. ആ ഒരു തരത്തിലാണ് കർമ്മങ്ങളുടെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിനായിലെ തമ്പുകളാണ്. ഇവിടെ തന്നെ കർമ്മങ്ങൾ നേരത്തെ പൂർത്തീകരിച്ച ഹാജിമാരുണ്ട്, ഒപ്പം തന്നെ ഇനി പൂർത്തിയാക്കാൻ നിൽക്കുന്നവരുമുണ്ട്. മിനായിലെ തമ്പുകളിലാണ് നമ്മൾ ഉള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇത്തവണത്തെ കാലാവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലത്തെ താപനില. ഇന്ന് പക്ഷേ 44ലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പ്രയാസം ഹാജിമാർ സ്വാഭാവികമായിട്ടും ഈ ദിവസത്തിൽ നേരിടും. കാരണം മുസ്തലിഫിലെത്തിയ ഒരു ഹാജി ശരാശരി 15 മുതൽ 20 കിലോമീറ്ററിലേറെ ഇന്ന് നടന്ന് തീർത്തിട്ടുണ്ടാകും. അത്തരത്തിൽ വലിയ കർമ്മങ്ങളുള്ള ഒരു ദിവസമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ കർമ്മങ്ങൾ പൂർത്തീകരിച്ച ഹാജിമാരുമുണ്ട്, ഒപ്പം തന്നെ പൂർത്തിയാക്കിയ ഹാജിമാരുമുണ്ട്. ഇന്ന് പേരെന്താ? ഷുഹൈബ് സുൽവാൻ. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഹജ്ജിൽ നിന്ന് തഹലിലായി. എങ്ങനെ ഉണ്ടായിരുന്നില്ല മുതലൊരു യാത്ര ഏത് രൂപത്തിൽ? തീർച്ചയായിട്ടും കാലാവസ്ഥ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതികൂലമായിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഓരോ വർഷവും സംവിധാനം ഇമ്പ്രൂവ് ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് സ്തുതി. പിന്നെ നടത്തം ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇത്ര അധികം നടത്തി അടുത്ത കാലത്ത് ഒരു വർഷം ഒന്നിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ മുസ്ദലിഫ തൊട്ട് ഇന്ന് ജംറയിൽ കല്ലേറുന്നത് വരെ എല്ലാം നടത്തുന്നതായിരുന്നു. ഏകദേശം 15ഓളം കിലോമീറ്ററുകളും നടക്കേണ്ടി വന്നു എന്നുള്ളത് ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥയിലും ഈ ചൂടിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്ക് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളതും കൂടിയാണല്ലോ. അപ്പോൾ നമ്മളതിനെ സഹിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ഇന്നത്തെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയവരാണ്. അതല്ലാത്തവരും ഹാജിമാർ നമ്മുടെ കൂടെയുണ്ട്. ഉസ്താദ്, ഇനിയിപ്പോൾ അതിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ളവരുണ്ട്. ഇപ്പോൾ നിലവിൽ പൂർത്തിയാക്കിയവരുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൂർത്തിയാക്കുക? ഇനി എന്ത് തരത്തിലാണ് അവരുടെ സമയക്രമീകരണം? ഹാജിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 10 ഏറെ തിരക്ക് പിടിച്ച ദിനങ്ങളാണ്. പ്രധാനമായിട്ടും ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നു. അറവ് നടത്താനുള്ളവർക്ക് അറവ് നടത്തി മുടി നീക്കി പരിശുദ്ധമായ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട തവാഫ്, ഇഫാത്തിന് തവാഫ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ശക്തമായ ചൂട് കാരണം ഇന്ന് പല ആളുകളും ഇഫാത്തിന് തവാഫ് നാളേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഹാറ ഖിദ്മ സഹാറ കുടുംബം ഇന്ന് രാത്രി 1 മണിയോടുകൂടെ ഹജ്ജിൻ്റെ ഇഫാത്തിന് തവാഫിന് വേണ്ടി ഈ മിനാ ടഞ്ചിൽ നിന്ന് യാത്ര തിരിക്കും. അൽഹംദുലില്ലാഹ് ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് 15 വർഷത്തോളമായി സ്ഥിരമായി ഹജ്ജിന് അമീറായി വരുന്ന ഒരാളാണ് ഞാൻ. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അറഫയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് കൂടുതൽ മിസ്സിംഗ് കേസുകൾ, വഴിതെറ്റൽ, ഇതൊക്കെ താരതമ്യം കുറവാണ്. എന്ന് മാത്രമല്ല, അപ്പം മരണം പോലും സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 23 ഹാജിമാർ ഈ ഒരു സമയമായപ്പോഴേക്ക് മരണപ്പെട്ടിട്ടുണ്ട്, പ്രായമായവരൊക്കെ. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും ഹാജിമാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറഫയിൽ നിന്നിട്ട് പോരുന്ന സമയത്തൊക്കെ അറഫയിൽ തന്നെയുള്ള ഒരു ക്രമീകരണമൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അൽഹംദുലില്ലാഹ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ അറഫയിൽ നമുക്ക് കിട്ടിയ ടെൻറ്റ് അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ, വേണ്ടുവോളം പാനീയങ്ങൾ, അതോടുകൂടെ തന്നെ ബാത്റൂം സംവിധാനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു. മാത്രവുമല്ല, നമ്മൾ സഹാറ ഖിദ്മ സഹാറ ഹാജിമാർക്ക് വേണ്ടി നേരത്തെ റദ്ദു വാഹിദ് എന്ന് പറയും ഒരു ബസ്, ആ ബസ് ഹൈമയിൽ എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്തിട്ട് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്
അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ ആ നിലക്ക് ഹാജിമാർക്ക് നേരിടേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിൽ ഇന്നേ ദിവസം എന്ന് വെച്ചാൽ അറഫ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം ഏറെ കർമ്മങ്ങൾ ഹാജിമാർക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ വർഷം മുതലുള്ള വെല്ലുവിളി. പ്രത്യേകിച്ച് ആഗോളതാപനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പലയിടങ്ങളിലും താപനില പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ പെട്ടെന്ന് ഉയരുകയും താഴുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നട്ടുച്ച സമയങ്ങളിൽ ഇത്തവണ ഹാജിമാർക്ക് കർശന നിയന്ത്രണം തമ്പുകൾക്കും മുത്തവീഫുകൾക്കും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരങ്ങളിലും രാവിലെയുമായിട്ടാണ് ഹാജിമാർ കാര്യമായി കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത്. ബാക്കിയുള്ളവർ അവശേഷിക്കുന്നവർ രാത്രിയിലും നീങ്ങും. ഇപ്പോൾ തന്നെ ഇന്നലെ മുതൽ പുറപ്പെട്ട ഹാജിമാരിൽ പലരും ഇനിയും തമ്പുകളിലേക്ക് തിരികെ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ മിനായിലേക്ക് വരുന്ന സമയങ്ങളിൽ തന്നെ പ്രായമേറിയ ഹാജിമാരും മറ്റും മിനായിലേക്ക് ഇപ്പോഴും നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മുസ്ദലിഫ കഴിഞ്ഞ് ഇന്ന് രാവിലെ മിനായിലെത്തി കല്ലേറ് കർമ്മം പൂർത്തിയാക്കി കഅബക്കരികിലേക്ക് പോയ ഹാജിമാർ ഇപ്പോഴും മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കം. പ്രത്യേകിച്ച് നിരവധി പേർ നമ്മളെ ചിലർ കാണാതായതുമായി ബന്ധപ്പെട്ടിരുന്നു. അവരോടൊക്കെ പറയാനുള്ളത് ഇത് തന്നെയാണ്. കാരണം നാളെ നേരം പുലരുവോളം ഈ ഒരു സമയം ഹാജിമാർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രത്യേകിച്ച് അവരുടെ ഫോൺ ഓഫാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ അമിതമായ ചൂടിനാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് കഴിഞ്ഞ് അവർക്ക് നടന്നെത്തുവാനുള്ള ദൂരം, അവർ ഇത്രയും കാലം ഒരു പക്ഷേ നടന്ന ദൂരമായിരിക്കില്ല. അതിൽ പ്രത്യേകിച്ച് പ്രായമായ ഹാജിമാർക്ക് ഒരുപാട് ക്ഷമയും ഒപ്പം തന്നെ കാത്തിരിപ്പും മിനായിലേക്ക് തിരികെ എത്താൻ വേണ്ടി വരും. എങ്കിൽ കൂടിയും അതിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല കഅബക്കരികിലേക്ക് പോയി മടങ്ങിയെത്തുന്ന സമയത്ത് കൂടുതൽ സുരക്ഷാ വിന്യാസം ഇത്തവണ കഴിഞ്ഞ സമയം അറഫയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വഴികളിൽ ഉടനീളമുണ്ട്. അതുകൊണ്ട് ഹാജിമാർക്ക് വഴി തെറ്റുന്ന ഒരു സാഹചര്യം, ഒരാൾ ബോധപൂർവം ഈ ഒരു വഴിയിൽ നിന്ന് മാറി പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ വഴി തെറ്റാനിടയുള്ളൂ. അല്ലാത്ത നിലക്ക് ഹാജിമാർക്ക് എല്ലാവർക്കും തന്നെ വളരെ സുഗമമായി മിനായിലേക്ക് എത്താം. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പക്ഷേ 2-3 മണിക്കൂർ അവർക്കൊരു പക്ഷേ പതിയെ നടന്നു മാത്രമേ മിനായിലെ തമ്പുകളിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ. അതുകൊണ്ട് പലരും പല സമയത്താണ് അവരുടെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ വർഷത്തെ ഹജ്ജ് കാലത്തെ സംബന്ധിച്ചോളം എടുത്തു പറയേണ്ടത് ഈ തരത്തിലുള്ള സുരക്ഷാ വിന്യാസവും ഒപ്പം തന്നെ സൗകര്യങ്ങളും ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഹാജിമാരിൽ തന്നെ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹജ്ജ് വസ്ത്രം ഒഴിവാക്കിയ ഹാജിമാർ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഹജ്ജ് വസ്ത്രങ്ങൾ മാറ്റാത്ത ഹാജിമാർക്ക് അവരുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവശേഷിക്കുകയാണ്. അവർ ഇന്ന് രാത്രി മുതൽ തന്നെ ഈ വെള്ള വസ്ത്രത്തിൽ നിന്ന് മാറി അവരുടെ സാധാരണ വസ്ത്രത്തിലേക്ക് മാറും. പിന്നീടുള്ള 2 ദിനങ്ങൾ അവർക്ക് കല്ലേറ് കർമ്മം ജംറയിലെ 3 കല്ലേറ് കർമ്മങ്ങളാണ് അവർക്ക് പൂർത്തിയാക്കാനുണ്ടാവുക. ഏതായിരുന്നാലും ഇന്ന് ബലിപെരുന്നാൾ കൂടി വിശ്വാസികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ബന്ധപ്പെട്ടാണ്. ആ ഒരു തരത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഹാജിമാർക്ക് കല്ലേറ് കർമ്മമുണ്ട്. അത് കഴിഞ്ഞ് ഹാജിമാർ മിനായോട് വിട പറയും. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കല്ലേറ് കർമ്മമാണ്. അത് നാളെയും മറ്റന്നാളുമൊക്കെയായി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഹാജിമാർ. വിവരങ്ങളാണ് മിനായിലെ തമ്പുകളിൽ നിന്ന് അഫ്താബ് റഹ്മാൻ നൽകിയത്.